വന്നേക്കുവാണ്. ഇന്ന് മദർഷിപ്പ് ഇവിടെ എത്തിയെന്നുള്ള രാവിലെ തന്നെ ന്യൂസിൽ കണ്ടു. അപ്പോൾ അത് കാണാനുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞൊരു മെജസ്റ്റിക് വ്യൂ ആണ്. അപ്പം ഒരുപാട് ആൾക്കാർ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇതിവിടെ യാഥാർത്ഥ്യമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ് വിഴിഞ്ഞം ഹാർബർ വരും, ഇവിടെ ഒരുപാട് ഡെവലപ്മെന്റ്സ് വരും എന്നുള്ളത്. പക്ഷെ അതിവിടെ ഇന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് വലിയൊരു സന്തോഷമായിട്ട് കരുതുന്നു. ഇനിയിപ്പോൾ ഒരുപാട് ഷിപ്പുകൾ ഇവിടെ വരും, അതൊക്കെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക്സ്. ഇത് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞു വന്നതാണ്. കാരണം ഇത് ഇത്രയും വലിയൊരു മുഹൂർത്തം കണ്ണുകൊണ്ട് കാണുന്ന അല്ലാണ്ട് ഭാവിയിലും ഒന്ന് ഓർക്കാനുള്ളൊരു അതുകൊണ്ട് വന്ന് കുറേയൊക്കെ എടുത്തു. ആദ്യം ഞങ്ങൾ ആ സൈഡിലാണ് വന്നത്, അപ്പോൾ ബാക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെയാണ് ഇവിടെ മുല്ലൂർ ഭാഗത്ത് വന്ന ഫ്രണ്ട് സൈഡ് കവർ ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ വളരെ സന്തോഷമുണ്ട്. കാരണം ഇനിയിപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് സംഭവിക്കും എല്ലാ രീതിയിലും, നാട്ടുകാർക്കാണെങ്കിലും കേരളത്തിനും ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടുള്ളൊരു നിമിഷമാണിത്. നാളെ ഔദ്യോഗികമായിട്ട് ഇവിടെ ഉദ്ഘാടനം നടക്കുമെന്ന് കേട്ടു. അതും പറ്റുമെങ്കിൽ വന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. സന്തോഷം, ഒരുപാട് സന്തോഷം. എനിക്ക് മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ എല്ലാവർക്കും സന്തോഷമാണ്. അത് പ്രത്യേകിച്ച് കേരളത്തിന്. അതും പ്രത്യേകം എടുത്ത് പറയണമെങ്കിൽ തിരുവനന്തപുരത്ത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം തിരുവനന്തപുരത്ത് വിഴിഞ്ഞംകാർക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം വരാൻ പോകുന്ന വിഴിഞ്ഞംകാർക്കാണ്. അവർക്ക് തൊഴിൽ സാധ്യതകളൊക്കെ ഇഷ്ടംപോലെ വരാൻ സാധ്യതയുണ്ട്. ഈ സമരം ചെയ്തവർ തന്നെ ആദ്യ ഇതിൽ തൊഴിൽ വരും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, മനസ്സിലായി. പിന്നെ ഇവിടെ പല സർക്കാരും മാറി മാറി വന്നു, എതിർത്തവരുണ്ട്, അനുകൂലിച്ചവരുണ്ട്, പ്രതികൂലിച്ചവരുണ്ട്. എന്തായാലും ശരി തന്നെ, എൻ്റെ കുട്ടിക്കാലം മുതൽ ഇത് കേൾക്കാൻ തുടങ്ങിയതാണ്, മനസ്സിലായി. ഇപ്പോഴ് തന്നെ വന്നത് തന്നെ വളരെയധികം സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇനി ഒരുപാട് കപ്പലുകൾ ഇനി വരാനുണ്ട്. സ്ഥലം തന്നെ അങ്ങ് മാറും. ഈ കാണുന്നതൊന്നുമല്ല, ഈ കുന്നും എല്ലാം പോവും. ഇവിടെ കംപ്ലീറ്റ് വാഹനങ്ങളും കെട്ടിടങ്ങളും കണ്ടെയ്നർ കൊണ്ടൊക്കെ നിറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ ഇനി വരാനുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയൊരു അംശമാണ് ഇപ്പോൾ കണ്ടത്. നമുക്കിനി ഭാവിയിൽ നമുക്ക് കാണാം. എൻ്റെ ഈ ജീവിതത്തിൽ ഇത് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഈ ആയുസിൽ എന്തിനാണെങ്കിലും അത് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇത് കുട്ടിക്കാലം മുതലേ കേൾക്കാൻ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. ഇന്ന് വരും, നാളെ വരും എന്ന് പറഞ്ഞതല്ലാതെ ഇതിനിടയിൽ പല പല പ്രശ്നങ്ങൾ തട്ടി സമരവും എല്ലാം ഉണ്ടായി. അതൊന്നും എല്ലാത്തിനെയും തരണം ചെയ്ത് ഈ മിനിസ്ട്രിയുടെ കാലത്ത് തന്നെ ഇത് യാഥാർത്ഥ്യമാക്കിയതിൽ വളരെയധികം സന്തോഷം. പിന്നെ ഇത് എല്ലാവർക്കും നല്ല ഒരു ജോലി സാധ്യത വളരെയധികം കൂടുതലുള്ള ഒരു സംരംഭമാണ്. പോർട്ടാണ് ഒരു രാജ്യത്തിൻ്റെയും ഒരു സംസ്ഥാനത്തിൻ്റെയും ഒരു ജില്ലയുടെയും തന്നെ വികസനം എന്ന് പറയുന്ന ഒരു പോർട്ടാണ്. ഒരു പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലം മൊത്തം വികസിക്കുമെന്നാണ് പണ്ടേ കണ്ടത്. കൊച്ചിയും അങ്ങനെയാണല്ലോ, ചെറിയ പോർട്ടായിരുന്നിട്ട് പോലും ഇത്രയും ഡെവലപ്പായി. തിരുവനന്തപുരത്തിന് മാത്രം ആ ഒരു ഡെവലപ്പ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത് ഉണ്ടാവുമെന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ സ്ഥിരം കാണുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ. അതിഭയങ്കരമായ സന്തോഷം. ഇത് നമ്മളെ കേരളത്തിൽ ഇങ്ങനെയൊരു സാധനം സംഭവിക്കുമെന്ന് പലരും വിചാരിച്ചില്ല. യഥാർത്ഥത്തിൽ ഇന്ന് റിയലായിട്ട് സംഭവിച്ചു. അതിഭയങ്കരമായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തം. ഇന്നിപ്പോൾ കപ്പലൊക്കെ വന്ന് അടുക്കുന്ന ടി വി കൂടെ കണ്ടു. ഇന്ന് വന്ന് ഇത് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചില്ല. അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വരാനും ഇങ്ങനെ നമുക്ക് നേരിട്ട് ഇത് കാണാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഇനിയുള്ള സാമ്പത്തികപരമായിട്ടും ഉള്ള അഭിവൃദ്ധിക്കുമൊക്കെ എല്ലാത്തിനും ഇത് ഈ ഒരു വിഴിഞ്ഞം പോർട്ട് ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത്രയും വലിയ കപ്പൽ ദൂരം എന്നാണല്ലോ, 300 മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ 100 മീറ്റർ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേ അതാണല്ലോ 100 മീറ്റർ ആണല്ലോ എപ്പോഴും നമ്മുടെ ഇങ്ങനെ ഇതിലുള്ളത്. ആ 100 മീറ്റർ വെച്ച് നോക്കുമ്പോഴേ എത്രമാത്രം വലിയൊരു കപ്പലാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നുള്ളതും ട്രാൻസ്ഷിപ്മെൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ അതെന്താണെന്നുള്ള മനസ്സിലാക്കാനും നമുക്ക് ഇതുവഴി അറിയാൻ സാധിച്ചു. ഇന്നത്തെ റിപ്പോർട്ടറിൻ്റെ തന്നെ ഒരുപാട് രാവിലെ തൊട്ട് കവറേജ് ഉണ്ടല്ലോ, നല്ല രീതിയിലുള്ള കവറേജ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോഴാണ് ട്രിവാൻഡ്രം സിറ്റിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഇതൊരു കവറേജും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് വന്ന് കാണാനുള്ള ഒരു പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വന്നു. ഇങ്ങനെ ഒരു സൗകര്യത്തിൽ നമുക്കിത് കാണാൻ പറ്റി. വളരെ സന്തോഷം. ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഹോക്കി വന്നത് കുറേ നഷ്ടം ഉണ്ടാക്കി കൊണ്ടുപോയി. അപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് കൊറോണ വന്നപ്പോഴേക്കും കുറേ കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഫുൾ വർക്ക് തുടങ്ങി അവർ ഇത്രയായിട്ട് കൊണ്ടുവന്നത്. വലിയ ഒന്നുമല്ല, 2017 പണി തുടങ്ങിയത്.
കപ്പല് ഇതിനു മുമ്പേ ഞാൻ വലിയ വേറെ പോർട്ടിലൊക്കെ പണി ചെയ്തിട്ടുണ്ട്. ഖുറാൻ പോർട്ട് ഹൗസിൽ ഞാൻ പണി ചെയ്തിട്ടുണ്ട് ബോംബെയിൽ. അവിടെയൊക്കെ ഇത് തന്നെയാണ്. അത് ഇതിന്റെ നാലിലൊന്നും തന്നെയില്ല. ഇതിന്റെ പാതിയോളം ഇല്ലാത്ത പോർട്ടാണ്. ചെറിയ കപ്പൽ മാത്രമേ എടുക്കുള്ളൂ. ഇത്രയും വലിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വെച്ച് വേൾഡിൽ വെച്ച് ആദ്യത്തെ വേൾഡിൽ വെച്ച് ഏറ്റവും വലിയ പോർട്ട്. വേൾഡിൽ വെച്ച് ഏറ്റവും വലിയ പോർട്ടാണിത്. സന്തോഷം. ദുബായ് അല്ല, ഇപ്പൊ ചൈന ഉണ്ടാക്കിയ വേറെ 2 പോർട്ട് ഉണ്ടല്ലോ. ഒന്ന് സിംഗപ്പൂര്, ഒന്ന് ഇവിടെ നമ്മുടെ ശ്രീലങ്കയിൽ. 2 പോർട്ട്, മദർ പോർട്ട് ഉണ്ട്. അവിടെയൊക്കെ തന്നെ ആയിരുന്നു ഇതിനു മുമ്പേ ഇത് കണ്ടെയ്നറുകളൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം മദർ പോർട്ട് വരുമ്പോഴത്തേക്ക് ഇന്ത്യക്കാണ് അതിന്റെ ബെനിഫിറ്റ് മൊത്തം ഇന്ത്യക്ക് തന്നെയാണ്.